തമിഴ് രാഷ്ട്രീയം എല്ലാ കാലത്തും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ സ്റ്റാലിനും DMKയും എടുക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. വിജയ് ഉന്നയിക്കുന്ന രാഷ്ട്രീയം ആ അങ്ങനെ ഒരു ജനവിഭാഗം രൂപപ്പെട്ട് വരികയാണെങ്കിൽ അത് DMK പറയുന്ന രാഷ്ട്രീയം തന്നെയാണ്. പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ വിജയെ BJPയോ കേന്ദ്ര സർക്കാരോ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന വസ്തുത അവിടെയുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാലത്തെയും ഒരു DNA എന്ന് പറയുന്നത് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. ബഹുസ്വരതയെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്ത് തന്നെ നേതാവ് ഞാനാണ് എന്ന് തമിഴ് ജനതയോട് പറയാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നുണ്ട്. ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിന് മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യവും എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അന്ന് ഇന്ത്യയിൽ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏറ്റവും അധികം ലക്ഷ്യം വെച്ച സംസ്ഥാനങ്ങളിലൊന്ന് തമിഴ്നാടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പരമാവധി നേട്ടമുണ്ടാക്കും എന്ന് വലിയ പ്രഖ്യാപനം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അന്ന് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കിന് യോജിക്കാത്ത വിധത്തിൽ മത നേതാക്കളെ ആനയിച്ചുകൊണ്ട് നടത്തുമ്പോൾ ആ മത നേതാക്കളിൽ കൂടുതൽ ആളുകളെ നരേന്ദ്രമോദി ക്ഷണിച്ചത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോൽ, രാജകീയ ഭരണത്തിൻ്റെ ഒരു പ്രതീകം പോലെയുള്ള ചെങ്കോൽ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. അതുമാത്രമല്ല, രാജ്യത്തിന് പുറത്ത് പല വേദികളിലും തമിഴ് ഭാഷയെക്കുറിച്ച്, തമിഴ് സംസ്കാരത്തെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി അക്കാലത്ത് പുകഴ്ത്തി പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് എന്ന് പരക്കെ അന്ന് വിമർശിക്കുകയോ വ്യാഖ്യാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ 2024 ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ 39 സീറ്റിലും DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ വർധനയുണ്ടായി. 10 മുതൽ 11% വരെ അവരുടെ വോട്ട് വിഹിതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. വലിയ സഖ്യകക്ഷികളൊന്നും കൂടെ ഇല്ലാതിരിക്കെയാണ് ഈ വോട്ട് വിഹിതം വർദ്ധിച്ചത് എന്നത് പ്രത്യേകം ഓർക്കണം. ഇന്നലെ തിരുവനന്തപുരത്ത് BJPയുടെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം, അങ്ങനെ വേണമെങ്കിൽ അതിനെ പറയാം, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പോയത് തമിഴ്നാട്ടിലേക്കാണ്. തമിഴ്നാട്ടിൽ യഥാർത്ഥത്തിൽ തന്നെ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കമിടുകയാണ് അദ്ദേഹം ചെയ്തത്. NDAയുടെ ഘടകകക്ഷികളായ AIADMK, അതുപോലെ TTV ദിനകരൻ്റെ പാർട്ടി PMK, അൻപൂണി രാമദോസിൻ്റെ PMK, അങ്ങനെ GK വാസൻ്റെ തമിഴ് മാനില കോൺഗ്രസ്, ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന വേദിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം നിയമസഭാ പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. കേരളത്തിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. വലിയ മത്സരം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം. എന്തായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡിൽ. ബഷീർ, ഇപ്പോൾ കഴിഞ്ഞ അത് നിയമസഭയിലേക്കാണെങ്കിലും ലോക്സഭയിലേക്കാണെങ്കിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ വലിയ ശക്തമായ മത്സരം നടന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്. അത് പ്രായോഗിക തലത്തിൽ നടക്കുന്ന ഇലക്ട്രൽ പൊളിറ്റിക്സിലെ മത്സരം മാത്രമായിരുന്നില്ല, ഒരു പ്രത്യയശാസ്ത്ര മത്സരവും കൂടെ വളരെ ശക്തമായി അവിടെ നടന്നിരുന്നു. അതിൻ്റെ തുടർച്ച പിന്നീടുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും മാസങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിപ്പോഴും തുടരുന്നു. പ്രത്യയശാസ്ത്ര മത്സരം എന്ന് പറയുമ്പോൾ അത് ഹിന്ദുത്വ നറേറ്റീവിന് എതിരായിട്ടുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര മത്സരം, അതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളിൽ ഊന്നിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു ഫെഡറൽ സിസ്റ്റം നിലനിർത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അധികാര കേന്ദ്രീകരണ ശ്രമങ്ങളെ ചെറുത്തുകൊണ്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്സും അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടെ ചേർന്നിട്ടാണ് തമിഴ്നാട് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തെ നമ്മളെങ്ങനെ വിലയിരുത്തണം? ഈ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഒരു മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ് എന്ന തോന്നലാണ് പൊതുവെ ഉള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ 2 പതിറ്റാണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാത്രമായിരുന്നു. കാമരാജിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മേധാവിത്വം പുലർത്തിയത്. എന്നാൽ 1967 ശേഷം ദ്രാവിഡ പാർട്ടികളാണ് DMK, പിന്നീട് DMKയും AIADMKയും മാറി അങ്ങനെയായിരുന്നു അതിൻ്റെ ചരിത്രം.
അത് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അങ്ങനെ തന്നെയാണ്. പക്ഷേ 67 ശേഷമുള്ള അതല്ലെങ്കിൽ DMK പിളർന്ന് അണ്ണാ DMK ഉണ്ടായതിനു ശേഷം ഇത് മാറി മാറി ഭരിച്ചു വരുന്നുവെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി DMK അതിൻ്റെ മേധാവിത്വവും വോട്ട് ഷെയറും എല്ലാം നിലനിർത്തുന്നു. അണ്ണാ DMKക്ക് വോട്ട് ഷെയർ ഉണ്ട്, പക്ഷേ പാർലമെൻ്ററി വൈപ്പ് ഔട്ട് നേരിടുന്നു. അതല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊരു സിനാരിയോ ഉണ്ട്. അവിടെ ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിയുടെ സംഘടനയുടെ സ്ട്രെങ്ത് ശോഷിച്ചു പോകുന്നു. അതിനിടയിലേക്കാണ് പുതിയ സാഹചര്യവും അതോടൊപ്പം BJP തമിഴ്നാട്ടിലേക്കുള്ള അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുകയും BJP ഏതെങ്കിലും വിധത്തിൽ തമിഴ്നാട് പിടിച്ചെടുക്കുക, സൗത്ത് ഇന്ത്യ പിടിച്ചെടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടായിട്ടാണ് തമിഴ്നാടിനെ വിൻ ചെയ്യുക എന്ന ലക്ഷ്യമിട്ട് BJP നീങ്ങുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ DMKയും AIADMKയും തമ്മിലുള്ള ഡിവൈഡ് അവിടെ ഉള്ളപ്പോൾ തന്നെ അണ്ണാ DMKയുടെ പക്ഷത്തെ അല്ലെങ്കിൽ ആ വോട്ട് ഷെയറിനെ ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിൽ പിടിക്കാൻ പറ്റുമോ എന്ന BJPയുടെ ശ്രമങ്ങളുടെ ഫൈനൽ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് എന്നാണ് വിചാരിക്കപ്പെടുന്നത്. അതിനൊരു പ്രധാന ഘടകമായി, അത് നേരിട്ടല്ലെങ്കിലും അതിൻ്റെ ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് ഘടകമായി വിജയുടെ പാർട്ടി കൂടി എമേർജ് ചെയ്ത് വന്നിരിക്കുന്നു എന്നതാണ്. പല ഒപ്പീനിയൻ പോൾസ് അനുസരിച്ച് 15% മുതൽ 23% വരെ വോട്ട് വിജയുടെ പാർട്ടി പിടിക്കും എന്നാണ്. വിജയുടെ പാർട്ടി ഏതെങ്കിലും മുന്നണിയിൽ ചേർന്നിട്ടില്ല. ഇത് ഏത് തരത്തിലായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക, ആരെയായിരിക്കും ബാധിക്കുക എന്നതൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്ന് നാം കാത്തിരുന്ന് കാണേണ്ട കാര്യം. വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൂടി പരിഗണിക്കുകയാണെങ്കിൽ വളരെ ടഫായൊരു മത്സരത്തിലേക്ക് പോകുന്നു എന്ന തോന്നലാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ തുടക്കം കേരളത്തിലേതുപോലെ തന്നെ തമിഴ്നാട്ടിലും അങ്ങനെ ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും അതിൻ്റെ ഒരു സെലിബ്രേറ്ററി മൂഡിലേക്ക് എത്താൻ അവിടെയും പറ്റിയിട്ടില്ല എന്ന് കാണാം. ഈ വലിയ മൂഡിലേക്ക് എത്തിക്കാൻ ഇന്നലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ BJPയുടെ അണികൾക്ക് എപ്പോൾ നിങ്ങൾ കൈയടിക്കണം, എപ്പോൾ നിങ്ങൾ മോദിക്ക് ജയ് വിളിക്കണം എന്നൊക്കെയുള്ള റിഹേഴ്സൽ പോലും കൊടുത്തിരുന്നത്രേ. അതായത് പ്രസംഗത്തിൻ്റെ ഏതേത് ഘട്ടങ്ങളിലൊക്കെയാണ് നിങ്ങൾ കൈയടിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് നിങ്ങൾ മോദിക്ക് ജയ് വിളിക്കേണ്ടത് എന്നൊക്കെയുള്ള റിഹേഴ്സലൊക്കെ കൊടുത്തിരുന്നത്രേ. പക്ഷേ ഈ റിഹേഴ്സലൊക്കെ കൊടുത്തിരുന്നെങ്കിലും പ്രതീക്ഷിച്ച ഘട്ടങ്ങളിലൊന്നും വലിയ കയ്യടിയോ അല്ലെങ്കിൽ ജയ് വിളിയോ ഉണ്ടായില്ല. ഇതിൽ ഏറ്റവും ഒടുവിൽ സംഘാടകർ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് അവസാനം ഇതൊന്ന് എന്താ പറയുക ഒരു ആഘോഷത്തിൻ്റെ മൂഡിലേക്ക് എത്തിച്ചത് എന്നൊക്കെ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയില്ല. ഇപ്പോൾ DMKയെ സംബന്ധിച്ച് കുറെ കൂടെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു മുന്നണി അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ DMKക്ക് അവകാശപ്പെടാൻ പറ്റും. എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും അതിൻ്റെ സ്വാധീന ശക്തികളെയും ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയാണ് യഥാർത്ഥത്തിൽ DMKയുടെ മുന്നണി. എല്ലാ വിഭാഗങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിൽ അതിന് വളരെ ബോധപൂർവമായ എഫേർട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റാലിൻ. അതാണ് ആ മുന്നണിയുടെ കെട്ടുറപ്പിൻ്റെ അടിസ്ഥാനം. ആ മുന്നണിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയണം. കാരണം ഇവിടെ പരസ്പരം മത്സരിക്കുന്ന കോൺഗ്രസ്, CPIM, CPI, മുസ്ലിം ലീഗ് ഈ പാർട്ടികളൊക്കെ അവിടെ സ്റ്റാലിൻ്റെ കൂടെ ഒരുമിച്ച് ഒരു മുന്നണിയിൽ സഖ്യകക്ഷിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ മുന്നണി, അതായത് DMK, കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്ന് തുടങ്ങി ഇവിടെ ഒരു പക്ഷേ പരസ്പരം മത്സരിക്കുകയോ പ്രത്യയശാസ്ത്രപരമായി ഓപ്പോസിറ്റ് ധ്രുവങ്ങളിൽ നിൽക്കുകയോ ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുമിച്ച് തമിഴ്നാട്ടിൽ ഒറ്റ മുന്നണിയായിട്ട് മത്സരിക്കുക. കഴിഞ്ഞ തവണ കോൺഗ്രസ് അവിടെ മത്സരിച്ച് 25 സീറ്റിൽ മാത്രം, പക്ഷെ 18 സീറ്റിൽ അവർ ജയിച്ചു. CPIയും CPMും 6 സീറ്റുകളിൽ വീതം മത്സരിക്കുന്നു, 2 സീറ്റുകളിൽ ജയിക്കുന്നു. മുസ്ലിം ലീഗ് അവിടെ 3 സീറ്റിൽ മത്സരിച്ചു, പക്ഷേ ഒരു സീറ്റിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സീറ്റിലും ജയിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ലോക്സഭയിൽ ഒരു സീറ്റിൽ അവർ ജയിച്ചു. ലോക്സഭയിൽ പോലും മുസ്ലിം ലീഗിന് അവിടെ സീറ്റ് കൊടുക്കാൻ DMK തയ്യാറായി എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മുന്നണിയെ അക്കാര്യത്തിൽ വളരെ ലിബറലായൊരു അപ്രോച്ചായിരുന്നു സ്റ്റാലിൻ്റേത്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു
ഒരു പൊതു റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു മുന്നണി തന്നെയാണ് രൂപപ്പെടുത്തിയത്. അതെ, ഇതേപോലെ ഇപ്പുറത്ത് നമുക്ക് അതേ ഒരു ഈസിനെസ് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. അത്രയും പ്രാതിനിധ്യം യഥാർത്ഥത്തിൽ NDAയുടെ ഇപ്പോഴത്തെ മുന്നണിക്കില്ല എന്ന് തന്നെ പറയാം. അതേസമയം അണ്ണാ DMKയുടെ വോട്ട് ഷെയർ എന്നത് ഇൻടാക്റ്റായി അവിടെ തന്നെ ഉണ്ട്. വലിയ ഒരു ചോർച്ച അതിന് സംഭവിച്ചിട്ടില്ല എന്ന് അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അത് വളരെ, അതായത് ഒരു 33 മുതൽ 37 വരെ ശതമാനമാണ് അണ്ണാ DMKയുടെ ഏതാണ്ട് തമിഴ്നാട്ടിലെ ഒരു ആവറേജ് എടുത്താൽ വോട്ട് പെർസെൻറ്റേജ് എന്ന് വരുന്നത്. 2021 33.3%. അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞാൽ 2006 മുതലുള്ള കണക്കെടുത്താൽ 26% DMK, 32% AIADMK, BJPക്ക് അന്ന് 2% മാത്രമേ ഉള്ളൂ. 2011 വരുമ്പോൾ 23% DMK, 38% AIADMK, BJPക്ക് 2.2 തന്നെ. 2016 DMK 39, അണ്ണാ DMK 41.8, BJPക്ക് 2.9. 2021 അതും BJPയുടേത് 2.6 തന്നെ നിൽക്കുന്നു. അണ്ണാ DMKയുടേത് 33%, DMKയുടേത് 37%. അവിടെയാണ് 133 സീറ്റിൽ DMK ജയിച്ചു കയറുന്നത്. മൊത്തം മുന്നണി ഒരു മാറ്റവും യഥാർത്ഥത്തിൽ ഭരണം മാറുന്നതിനനുസരിച്ചുള്ള സ്വിംഗ് അല്ലാതെ മറ്റൊരു മാറ്റവും യഥാർത്ഥത്തിലില്ല. BJP വോട്ട് പാർലമെന്റിലേക്കുള്ള വ്യത്യാസമുണ്ട്. പാർലമെന്റിൽ 17% വരെ NDA വോട്ടൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ 2014 പക്ഷേ നിയമസഭയിലേക്കുള്ള വോട്ടെടുക്കുമ്പോൾ 3% താഴെ വോട്ട് മാത്രമേ BJP എന്ന പാർട്ടിക്ക് അവിടെ ഉള്ളൂ എന്ന സ്ഥിതിയുണ്ട്. പക്ഷേ അണ്ണാ DMKയുടെ വോട്ട് വളരെ ഇൻടാക്റ്റായി അവിടെ തന്നെ. അവിടെ NDAയുടെ കാര്യം പറയുമ്പോൾ BJP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വേറൊരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് മത്സരിച്ചത്. AIADMK സ്പ്ലിറ്റ് വേറെയാണ്, സെപ്പറേറ്റ് ആണ് മത്സരിച്ചത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അണ്ണാമലൈ BJP ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുകയും AIADMKയും ജയലളിതയെ നേരിട്ടും വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തിട്ട് AIADMK മുന്നണി ഉപേക്ഷിച്ച് പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പക്ഷേ AIADMK മുന്നണിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. AIADMKയിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കിയ TTV ദിനകരൻ്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം, അതും ഇപ്പോൾ NDAയിലേക്ക് വരുന്നു. AIADMKയും ഈ അമ്മ മക്കൾ മുന്നേറ്റ കഴകവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇന്നലത്തെ മീറ്റിങ്ങിൽ പോലും TTV ദിനകരൻ അത് പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് പൂർണ്ണമായും സിങ്കാവോ എന്നുള്ള മീറ്റിങ്ങിന് ശേഷം അവരൊരു വാർത്താ സമ്മേളനം വിളിച്ച് ആ തർക്കം പരിഹരിച്ചിരിക്കുന്നു എന്ന് വരുത്താനാണ് ശ്രമിച്ചത്. ഞങ്ങൾ ഒരേ അമ്മ വളർത്തിയ കുട്ടികളാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അപ്പം ഞാൻ പറയുന്നത് ഈ TTV ദിനകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ AIADMK ആയിട്ട് താരതമ്യമില്ലായിരിക്കാം. പക്ഷേ ഈ പൊളിറ്റിക്കൽ നീക്കങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ ഈ പണം പമ്പ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ TTV ദിനകരന് വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈ AIADMK ഒപ്പം ഈ അമ്മ മക്കൾ മുന്നേറ്റ കഴകം, പിന്നെ അൻപോണി രാംദോസിൻ്റെ PMK. അൻപോണി രാംദോസിൻ്റെ PMK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണിയർ സമുദായത്തിൻ്റെ വലിയ പിന്തുണ ഉള്ള ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അവിടെ NDAക്ക് വലിയ വോട്ട് ഷെയർ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് PMK അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ, അതിൻ്റെ കൂടെ ഇപ്പോൾ GK വാസൻ്റെ തമിഴ് മാനില കോൺഗ്രസ് ഉണ്ട്, പിന്നെ ചെറിയ പാർട്ടികളുണ്ട്. 1 സീറ്റ് 2 സീറ്റിലൊക്കെ മത്സരിക്കുന്ന ചില സമുദായ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില പാർട്ടികൾ കൂടി ആ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതുണ്ടായിരിക്കെ തന്നെ ഒരു വൃത്തിയായ അച്ചടക്കമുള്ളൊരു മുന്നണിയായിട്ട് അതിന് നിൽക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് സീറ്റ് വിഭജനം നടത്താൻ സാധിക്കുമോ? ഇപ്പോൾ AIADMKക്ക് എന്തായാലും വലിയ ഷെയർ കൊടുത്തേ പറ്റൂ. അപ്പോൾ TTV ദിനകരന് കൊടുക്കുന്ന ഷെയർ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. PMK എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP മത്സരിച്ച ഏതാണ്ട് 25-30 സീറ്റിൽ മാത്രമാണ്. ഇത്തവണ അവർ 60 സീറ്റോളം ചോദിക്കുന്നുണ്ട്. അത് അക്കോമഡേറ്റ് ചെയ്യാൻ AIADMKക്ക് പറ്റുമോ? ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഒരുപക്ഷെ മറ്റു മുന്നണിയെ അപേക്ഷിച്ച് ഈ പറയുന്ന DMK നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ച് NDA നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒന്ന്, തമിഴ് രാഷ്ട്രീയം എല്ലാ കാലത്തും വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. ഒന്നുകിൽ കരുണാനിധി, അല്ലെങ്കിൽ കാമരാജ്, കരുണാനിധി, അങ്ങനെ അതിനുശേഷം ജയലളിത, ആ വിധത്തിൽ. പക്ഷേ ഈ സ്റ്റാലിൻ്റെ വരവിന് ശേഷമുള്ള ഒരു സീൻ, ആ വ്യക്തി കേന്ദ്രീകൃതം തന്നെയാണ്. സ്റ്റാലിനാണ് പരമാധികാരി. എങ്കിലും അവിടെ ഒരു സംവിധാനം ഒരു രാഷ്ട്രീയ സംവിധാനം രൂപപ്പെട്ടു വരുന്നുണ്ട്. നേരത്തെ ജനങ്ങൾക്ക് ഇലക്ഷൻ ലക്ഷ്യമിട്ട് നൽകുന്ന ഫ്രീബീസിന് പകരം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായ വികസനം എന്നതിലേക്ക് തമിഴ്നാട് മാറുന്നുണ്ട്. വലിയ തോതിലുള്ള വികസന പ്രക്രിയ, സിസ്റ്റമാറ്റിക്കായ വികസന പ്രക്രിയയിലേക്ക് തമിഴ്നാട് മാറുന്നുണ്ട്. രാഷ്ട്രീയ പ്രക്രിയയിലും ആ മാറ്റം നമുക്ക് കാണാം.
ഒരു പാർട്ടി എന്ന നിലയിൽ DMK വളരെ സ്ട്രോങ് ആയി അതിന് കെട്ടുറപ്പോട് കൂടിയുള്ള ഒരു പാർട്ടിയായി മാറുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് സ്റ്റാലിൻ യുഗം എന്ന് പറയുന്നത് ഒരു പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ മൂന്നാമത്തെ യുഗത്തിന് കുറെ കൂടി പൊളിറ്റിക്കലി സ്റ്റേബിളായ പൊളിറ്റിക്കലി മെച്ചേർഡായ ഒരു സൊസൈറ്റിയായി തമിഴ് രാഷ്ട്രീയം മാറും എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് സമീപകാലത്ത് കണ്ടുവരുന്നത്. അതുതന്നെയാണ് BJPയെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ കടന്നു വരിക എന്നത് കുറെ കൂടി ടഫായിരിക്കും, വിചാരിക്കുന്നത്ര എളുപ്പമാകില്ല എന്ന തോന്നലുണ്ടാക്കുന്നത്. ഈ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ കുറിച്ചും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ എവല്യൂഷനെ കുറിച്ചും ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ സ്റ്റാലിനും DMKയും എടുക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ ഇപ്പോൾ അണ്ണാദുരയുടെയോ അല്ലെങ്കിൽ കരുണാനിധിയുടെയോ ഒക്കെ കാലം മുതൽ, അല്ലെങ്കിൽ പെരിയോറുടെ കാലം മുതൽ തന്നെ ഈ ദ്രവീഡിയൻ കൾച്ചറിനെ കുറിച്ചും തമിഴ് ഭാഷയെക്കുറിച്ചും അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും തമിഴ് സംസ്കാരത്തെക്കുറിച്ചും ഒക്കെയുള്ള അവരുടെ ഒരു വലിയ കൺസേണും അതിനെക്കുറിച്ചുള്ള അവരുടെ ഒരു അഭിമാനബോധവും ഒക്കെ ഉണ്ട്. ഇതിനെ കുറെ കൂടെ പൊളിറ്റിസൈസ് ചെയ്യാൻ, ഒരുപക്ഷെ പുതിയ കാലത്ത് പൊളിറ്റിസൈസ് ചെയ്യാൻ, അന്ന് പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പുതിയ കാലത്തിനനുസരിച്ച് പൊളിറ്റിസൈസ് ചെയ്യാൻ ഒരു പക്ഷേ സ്റ്റാലിൻ ശ്രമിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെ തിരിച്ചു വെച്ചുകൊണ്ട് ആ ഒരു ധ്രുവീകരണം സാധ്യമാക്കാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികളെ ഔട്ട്റൈറ്റ് ആയിട്ട് റിജക്റ്റ് ചെയ്യുന്നു. ഹിന്ദി ഇമ്പോസ് ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളെയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ചെറുക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ഒരു ഓട്ടോണമസ് സ്റ്റേറ്റായി തമിഴ്നാട്ടിനെ മാറ്റാനുള്ളൊരു കമ്മീഷനെ വരെ സ്റ്റാലിൻ ഇടക്ക് വെച്ചു, അതിനെക്കുറിച്ച് ഉള്ള നിർദ്ദേശങ്ങൾക്കായി. ഇക്കഴിഞ്ഞ അസംബ്ലിയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വരുമ്പോൾ അവിടെ തമിഴ്നാട് സ്റ്റേറ്റ് ഗാനമാണ് ഓപ്പണിംഗ് ഇതായിട്ട് വരുന്നത്. ഈ തരത്തിൽ ഒരു കേന്ദ്രവിരുദ്ധ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിനും തമിഴ്നാടിൻ്റെ അതിൻ്റെ ഒരു സ്വയാധികാരവും അതോടൊപ്പം തന്നെ തമിഴ് സ്വാഭിമാനവും ഉയർത്തിപ്പിടിക്കാനും പഴയതിനേക്കാൾ വലിയ എഫർട്ട് ഇടുന്നുണ്ട്. അത് നേരെ കേന്ദ്രത്തിലെ BJP സർക്കാരിനെതിരെ തിരിച്ചു വച്ചിരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ സ്പ്ലിറ്റായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു പക്ഷേ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൺസിസ്റ്റൻ്റ് ആയ ഒരു നിലപാട് സ്റ്റാലിൻ എടുക്കുന്നു എന്നതാവും ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ രൂപപ്പെട്ട് വരുന്നതിൻ്റെ ഒരു കാരണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് നമ്മൾ ഇലക്ട്രൽ പൊളിറ്റിക്സുമായി ചേർത്ത് വെച്ച് ഈ ഇമോഷനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ തമിഴ് ഇമോഷൻ വലിയ തോതിൽ പൊളിറ്റിക്കലി ഫേവർ ചെയ്തിട്ടുള്ള കാഴ്ച മുൻകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. തമിഴ് ഇമോഷനെ ദ്രവീഡിയൻ പാർട്ടികൾ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനുള്ള ഒരു ശ്രമം അത് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കെ ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സ്റ്റാലിനും DMKയ്ക്കും അത് നേതൃത്വം നൽകുന്ന മുന്നണിക്കും ഈ ഇലക്ഷനിൽ അവരുടെ ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസിയെ മറികടന്നുകൊണ്ടുള്ള ഒരു എഡ്ജ് തമിഴ്നാട്ടിൽ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണക്കാക്കിയാൽ അത്ഭുതം. രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഈ താൽക്കാലികമായ സമ്മാനങ്ങൾക്ക് പകരം വികസനം എന്നതിന് ഒരു ഊന്നലായി എടുക്കുന്നു. അഴിമതി ആരോപണങ്ങളുടെ വേറെ നിര അവിടെ ഉണ്ട്. പക്ഷേ സിസ്റ്റമാറ്റിക്കായ വികസനം എന്നതൊരു പ്രധാന അജണ്ടയായി എടുക്കുന്നു. അതോടൊപ്പം തന്നെ കൺസിസ്റ്റൻ്റായ രാഷ്ട്രീയ നിലപാട് എന്നതെടുക്കുന്നു. ഫെഡറലിസം ഉയർത്തിപ്പിടിക്കുക എന്നതിന് സ്റ്റേറ്റ് അതിൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമല്ല, ദേശീയ തലത്തിൽ അതിനൊരു നേതൃപരമായ പങ്കുകൂടി സ്റ്റാലിൻ വഹിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ സ്റ്റേബിളാക്കി നിർത്തുന്നു, DMKക്ക് അനുകൂലമായി എന്ന് വേണം കരുതാൻ. ഈ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വിവിധ സംസ്കാരധാരകളെ മറികടന്നതിലൊരു ഒരൊറ്റ സംസ്കാരധാര എന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പഞ്ചാബി, ഒറിയ അല്ലെങ്കിൽ ഒഡിയ, മലയാളം, കന്നഡ, ആന്ധ്ര, തെലുങ്കു തുടങ്ങിയ ഭാഷകൾക്ക് വേണ്ടി പ്രത്യേക പുരസ്കാരം വരെ പ്രഖ്യാപിച്ചു സ്റ്റാലിൻ. അതായത് ഒരു ഈ പറയുന്ന ബഹുസ്വരതയെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യത്ത് തന്നെ നേതാവ് ഞാനാണ് എന്ന് തമിഴ് ജനതയോട് പറയാൻ സ്റ്റാലിൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ നേരത്തെ സംസാരിച്ച വിജയുടെ പാർട്ടിയുടെയാണ്. വിജയുടെ പാർട്ടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. അവർ ഈ പറയുന്ന 234 മണ്ഡലങ്ങളിലും മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ DMKയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ DMK മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രമോ അല്ലെങ്കിൽ ആശയങ്ങളോ അതിനോട് ഏതാണ്ട് സമാന്തരമായി സഞ്ചരിക്കുന്ന ആശയങ്ങൾ
വിജയും പറയുന്നുണ്ട്, ചില ഘട്ടങ്ങളിൽ DMK പറയുന്നതിനേക്കാൾ രൂക്ഷമായി വിജയ് പറയുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പേ തന്നെ വിജയെ BJPയോ കേന്ദ്ര സർക്കാരോ ടാർഗറ്റ് ചെയ്തിരുന്നു എന്ന വസ്തുത അവിടെയുണ്ട്. ഇത് വിജയുടെ ഫാൻസിന് നന്നായി അറിയാം. വിജയ്ക്കാണെങ്കിൽ എന്താ പറയുക, തമിഴ്നാട്ടിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഒന്നാകെ ഫാൻസ് ഉണ്ട്, തമിഴ്നാട്ടിൽ സവിശേഷമായ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ വിജയുടെ പാർട്ടി TVK എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടി എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക? അത് ഡയറക്റ്റ്ലി ഈ DMKയുടെ വോട്ട് ബാങ്കിലേക്ക് ഹിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? അതോ AIDMKയുടെ വോട്ട് കിറ്റിയിൽ നിന്ന് ഇപ്പോൾ ജയലളിതയൊക്കെ പോയി അവിടെ ഉയർത്തി കാണിക്കാനായിട്ട് എടപ്പാടി പളനിസ്വാമി മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാർഡമുള്ള നേതാവിനെ AIDMKക്ക് ഇപ്പോൾ തൽക്കാലം ചൂണ്ടിക്കാണിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് AIDMKയുടെ വോട്ട് ബാങ്കിലേക്ക് വിജയ് കടന്നു കയറുമോ? എന്തായിരിക്കും സംഭവിക്കുക? രാജീവ് നേരത്തെ പറഞ്ഞ വിജയുടെ രാഷ്ട്രീയ നിലപാട്, ഇപ്പോൾ രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി എന്ന സൂചനയുമായി വരുമ്പോൾ രജനീകാന്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടായി നമുക്ക് തോന്നിയത് ഒരു BJP അനുകൂല നിലപാടിലേക്കാണോ രജനി പോകുന്നത് എന്ന ചിന്തയുണ്ടായിരുന്നു. വിജയുടെ കാര്യത്തിൽ അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. വിജയ് യഥാർത്ഥത്തിൽ തമിഴ്നാടിൻ്റെ പരമ്പരാഗതമായ രാഷ്ട്രീയ സ്ട്രെങ്ത്, അതിൻ്റെ ശക്തി എവിടെയാണോ ആ പോയിന്റിൽ തന്നെ ഊന്നി നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയത്തിലേക്ക് വരും എന്ന മെസ്സേജാണ് അദ്ദേഹം ഉടനീളം കൊടുത്തത്. അത് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. വിജയ് ഉന്നയിക്കുന്ന രാഷ്ട്രീയം അങ്ങനെ ഒരു ജനവിഭാഗം രൂപപ്പെട്ട് വരികയാണെങ്കിൽ അത് DMK പറയുന്ന രാഷ്ട്രീയം തന്നെയാണ്. ആ വോട്ട് DMKയിൽ നിന്നാകുമോ ഇളക്കിയെടുക്കുക എന്നത് ഗുരുതരമായൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അണ്ണാ DMK വളരെ ഫ്രജൈലായി കിടക്കുകയും നേതൃരഹിതമായി കിടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു പുതുതലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ വിജയ് ആ വിഭാഗത്തെ കൂടുതൽ പിടികൂടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് DMK ബാധിക്കില്ല. അല്ല, അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ AIDMK ഫ്രജൈലായി കിടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാർഡമുള്ളൊരു ലീഡർഷിപ്പ് അതിനില്ല എന്ന് പറയുമ്പോൾ പോലും എടപ്പാടി പളനിസ്വാമി ആ പാർട്ടിയുടെ സംഘടനാ സിസ്റ്റത്തെ ഈ ഒരു പോസ്റ്റ് ജയലളിത സിനാരിയോയിൽ നമ്മൾ വിചാരിച്ചത് AIDMK അങ്ങ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകും എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. AIDMK ഒരു സുഘടിതമായ സംവിധാനമാക്കി നിലനിർത്തുന്നതിൽ എടപ്പാടി പളനിസ്വാമി ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്നത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോഴും ആ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ സംവിധാനങ്ങളുണ്ട്, എല്ലാ തരത്തിലുള്ള പ്രവർത്തകരുടെ ശ്രേണിയുമുണ്ട്. അപ്പോൾ അത് അവിടെ നിലനിൽക്കെ അതിൻ്റെ വോട്ട് ബേസിലേക്ക് വലിയ തോതിൽ കടന്നു കയറും വിജയ് എന്ന് നമ്മൾ കരുതണോ? അങ്ങനെയാണെങ്കിൽ AIDMK മാത്രമായിരിക്കുമല്ലോ, DMKയും ഹിറ്റ് ചെയ്യില്ല. DMKക്കും സമാനമായ സ്ട്രക്ചർ. വിജയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണല്ലോ. അതൊരു യുവ വോട്ട് ബാങ്കാണ്. അത് പരമ്പരാഗതമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന DMKയെ അത്ര വലിയ തോതിൽ ബാധിക്കണമെന്നില്ല. പുതുതായി രൂപം കൊള്ളുന്ന ഒരു ജനറേഷനിൽ നിന്നായിരിക്കും വിജയ് കൂടുതൽ ആളുകളെ പിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ DMKക്ക് അതിൻ്റെ വിജയസാധ്യതയെ അഫക്റ്റ് ചെയ്യുന്ന വിധത്തിൽ വിജയ് ആളുകളെ DMKയിൽ നിന്ന് പിടിക്കാൻ ഉള്ള സാധ്യത കുറവാണ്. പൊതുവായി എല്ലാവരിൽ നിന്നും ആളുകളെ എടുക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് DMKയെ ബാധിക്കുന്ന വിധത്തിലാകും എന്നല്ല അത് കണക്കാക്കപ്പെടുന്നത്. ഈ നേരത്തെ ബഷീർ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ ഈ എന്താ തമിഴ് വെട്രി കഴകം, വിജയുടെ പാർട്ടിയുടെ ഒരു പ്രൊജക്ഷൻ, പലതരത്തിലുള്ള സർവേ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. എല്ലാ സർവേ റിപ്പോർട്ടുകളും ഏതാണ്ട് പറയുന്ന ഒരു 17 മുതൽ 22 വരെ ശതമാനം വോട്ട് വിജയുടെ പാർട്ടി അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അത് ഈ ഫാൻ ബേസ് ഒക്കെ വെച്ചിട്ടുള്ള സർവേകളായിരിക്കാം ഒരു പക്ഷേ പുറത്തേക്ക് വരുന്നത്. ഈ ഇത്രയും വോട്ട്, ഒരു 17 മുതൽ 22% വരെ വോട്ട് വിജയുടെ പാർട്ടി പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് സീറ്റായി കൺവേർട്ട് ചെയ്യുക കൂടെ ചെയ്യുകയാണെങ്കിൽ അടുത്ത പോസ്റ്റ് പോളിൽ സിനാരിയോയിൽ വിജയുടെ പാർട്ടി ഒരു നിയമസഭയ്ക്കുള്ളിൽ ഒരു നിർണായക ശക്തിയായിട്ട് വരാം. അതിന് മാത്രമുള്ളൊരു സ്ട്രെങ്ത് ഏതെങ്കിലും ഒരു റീജൻ കേന്ദ്രീകരിച്ചല്ല വിജയുടെ പാർട്ടിയുടെ സ്വാധീനമുള്ളത്. അത് യങ്ങർ ജനറേഷനെ കേന്ദ്രീകരിച്ചാണ്. അതെല്ലാം തമിഴ്നാട്ടിലുടനീളം വ്യാപിച്ച് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 17% തന്നെ പിടിച്ചാലും, ഇപ്പോൾ 15 മുതൽ 23% വരെയാണ് ഒപ്പീനിയൻ പോൾസ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ശരാശരി വോട്ട് വിജയ് പിടിച്ചാലും സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യൽ അത്ര എളുപ്പമാകില്ല. ചില സീറ്റുകൾ കിട്ടുമായിരിക്കും, പക്ഷേ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക തമിഴ് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ഒരു ഘട്ടത്തിൽ
അണ്ണാ ഡി എം കെ കൂടുതൽ സീറ്റ് നേടുകയും കുറഞ്ഞ വോട്ട് ഷെയർ കിട്ടുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഡി എം കെ അതിനേക്കാൾ ഉയർന്ന വോട്ട് ഷെയർ നേടി, പക്ഷേ സീറ്റ് കുറഞ്ഞു പോയ സാഹചര്യം. അതുപോലെ തന്നെ ആയിരിക്കും ഈ വോട്ട് ഷെയർ ഒരു പക്ഷേ 15% മേലെ ഈ ഒപ്പീനിയൻ പോളുകൾ പ്രവചിക്കുന്ന വിധത്തിൽ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അതൊരു സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നത് സാധ്യത കുറവാണ്. കാരണം ഇത് ഏതെങ്കിലും ജിയോഗ്രഫിക്കൽ ഏരിയയിൽ കോൺസെൻട്രേറ്റഡ് അല്ല ആ വോട്ട് എന്നതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഞാൻ ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ അവിടുത്തെ ആദ്യത്തെ പ്രചാരണ ഉദ്ഘാടനത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനമായി കണ്ട ഒരു സംഗതി, ഇപ്പോൾ അണ്ണാമല അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ പ്രചരണം ഏതാണ്ട് നോർത്ത് ഇന്ത്യയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സമാനമായ വിധത്തിൽ ഈ ഹിന്ദുത്വ ആശയങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ട് മൈനോറിറ്റി പൊളിറ്റിക്സിനെ ഭയങ്കരമായി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒക്കെയുള്ള പ്രചരണമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ ADMKയും ഈ TTV ദിനകരൻ്റെ പാർട്ടിയും ഒക്കെ ചേർന്നൊരു മുന്നണിയായപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഹിന്ദുത്വത്തെക്കുറിച്ച് കാര്യമായി സംസാരിക്കുന്നില്ല, മുസ്ലിം വിരുദ്ധത പറയുന്നില്ല, അത്തരം പരാമർശങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല. DMKയുടെ കുടുംബാധിപത്യം, ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാരിലെ അഴിമതി, അതുപോലെ മയക്കുമരുന്ന് വലിയ തോതിൽ സംസ്ഥാനത്ത് വിപണനം ചെയ്യപ്പെടുകയോ അതിൻ്റെ ഉപഭോക്താക്കളുടെ എണ്ണം കൂടുകയോ ചെയ്യുന്നു, അത് വലിയ വിപത്തായി മാറിയിരിക്കുന്നു, ഇത് തടയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല, ഇത്യാദി കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. അതായത് മാറിയൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ തമിഴ്നാടിനെ കൂടുതൽ പോളറൈസ് ചെയ്യുക എന്ന ഒരു 2024 സ്ട്രാറ്റജിയിൽ നിന്ന് BJP മാറി ADMKയുടെ ഒരു ദ്രവിഡൻ പൊളിറ്റിക്സിനെ മുൻനിർത്തിക്കൊണ്ട്, ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ശിവസേനയുടെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ സ്വാധീനം ഉറപ്പിക്കാൻ BJP ശ്രമിച്ചത്, അതുപോലെ തമിഴ്നാട്ടിൽ ADMK ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കുക, അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളെ പങ്കാളികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുൻതൂക്കമുള്ള മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജിയിലേക്ക് തമിഴ് ജനതയുടെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിൻ്റെ കൂടി റിസൾട്ടായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 2001 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്താൽ BJP എന്നത് ഇൻടാക്റ്റായി, മീൻസ് ഏറ്റവും താഴെ ഒരു വളർച്ചയില്ലാതെ കിടക്കുകയാണ് BJPയുടെ വോട്ട് ഷെയർ. നിയമസഭയിലേക്ക് വരുമ്പോൾ, പാർലമെൻറ്റിലേക്ക് ചില ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലുള്ള അനക്കവും ഉണ്ടായി. 4 സീറ്റ് ഒരു ഘട്ടത്തിൽ മുന്നണി സംവിധാനത്തിലൂടെ BJP നേടിയിട്ടുണ്ട്. പക്ഷേ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഒരു വളർച്ചയും സംഘടനാപരമായ ഒരു വളർച്ചയും ഉണ്ടാക്കാനാവാതെ കിടക്കുകയാണ്. കേരളവുമായി കമ്പയർ ചെയ്യുമ്പോൾ പോലും തമിഴ്നാടാണ് യഥാർത്ഥത്തിൽ BJPയെ ചെറുത്തു നിൽക്കുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയ ഒരു സമൂഹം എന്ന് പറയാം. BJP ഒരു ഘട്ടത്തിലും അവർ അതിൻ്റെ ഒരു മുഖ്യധാര സംഗതിയിലേക്ക് അടുപ്പിച്ചില്ല. അതുകൊണ്ടുകൂടിയാകും ആ വഴി എന്നത്, അതായത് കമ്മ്യൂണൽ പോളറൈസേഷൻ എന്നതോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു നാഷണലിസം, ദേശീയത എന്ന സംഗതി ഉയർത്തിക്കൊണ്ടോ തമിഴ്നാടിനെ പിടിക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ നിന്നാകും പ്രാദേശികമായ ടാക്ടിക്സ് ഉപയോഗിച്ച് പിടിക്കാം എന്നതിലേക്ക് വരുന്നത്. പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാലത്തെയും ഒരു DNA എന്ന് പറയുന്നത് BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. അത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സന്ദർഭം വരുമ്പോൾ ആ ജനത എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. റൈറ്റ്. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പോൾ സ്റ്റാലിനാണ് ഇപ്പോൾ DMK എന്നല്ല, ഒരുപക്ഷെ തമിഴ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്ന ശക്തിയായി ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാലിനാണ്. തമിഴ് രാഷ്ട്രീയത്തെ മാത്രമല്ല BJPയുടെ ഈ ദേശീയതയിലും ഹിന്ദുത്വയിലും ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയത്തെ ദക്ഷിണേന്ത്യയിൽ നിന്ന് നയിക്കുന്ന മുഖം എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്റ്റാലിനാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്റ്റാലിൻ തന്നെ നയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ ടെന്നറിനിടയിൽ നമ്മൾ കൗതുകരമായി കണ്ടൊരു കാര്യം ഉദയനിധി സ്റ്റാലിൻ്റെ മുന്നോട്ടുള്ള വരവാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിലില്ലായിരുന്നു, പിന്നീട് അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരുന്നു, പിന്നീട് അദ്ദേഹം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. അപ്പോൾ ഒരു തലമുറ മാറ്റം കൂടി ഒരു പക്ഷേ അടുത്ത ടെന്നറിൽ DMK രാഷ്ട്രീയത്തിലുണ്ടാകാം. അത് DMK അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും എന്ന് പ്രതീക്ഷിക്കണോ ഈ തരത്തിൽ? തീർച്ചയായും അതിനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. ഉദയനിധി കയറി വരുന്നതും പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് വരുന്നതും ആ നേതൃത്വം എടുക്കുന്നതും കാണാം. അതോടൊപ്പം തന്നെ ഒരു യുവ രാഷ്ട്രീയ ഒരു നേതാവ് ഉയർത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആധികാരികതയോടു കൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ BJPക്കെതിരെയുള്ള നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് കൂടുതൽ ആധികാരികതയോടും കൂടുതൽ ശക്തിയോടും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും
ഈ അതിദേശീയതയ്ക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു BJP രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാട് എല്ലാ കാലത്തുമുണ്ട്. അത് സ്റ്റാലിൻ അതിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എൻഹാൻസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഉദയനിധി അതിനെ പോസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തലമുറ മാറ്റം എന്നത് സ്വാഭാവികമായി സംഭവിക്കും. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്നത് കൃത്യമായും DMK-യും BJP-യും മീൻസ് ദേശീയ തലത്തിലുള്ള BJP രാഷ്ട്രീയവും സംസ്ഥാനത്തെ DMK-യും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നേരെ എഗൻസ്റ്റായ ഒരു രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച് പൊളിറ്റിക്കലായ നിലനിൽപ്പ് ഉറപ്പുവരുത്താനായിരിക്കും DMK ശ്രമിക്കുക. അതിൻ്റെ ഇൻസ്ട്രുമെൻ്റലായിട്ടാണ് യഥാർത്ഥത്തിൽ ഉദയനിധി വരാൻ പോകുന്നത്. ഒരുപക്ഷെ ഈ ഭാവി തമിഴ്നാട് രാഷ്ട്രീയം മുൻപ് വിജയ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇനി അങ്ങോട്ട് ഉദയനിധി സ്റ്റാലിനും വിജയുമായിരിക്കും തമിഴ്നാട് രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാൻ പോവുക എന്നൊരു പ്രൊജക്ഷൻ അന്ന് തന്നെ. അതായത് ഭൂതകാലത്ത് സംഭവിച്ചതുപോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾ അല്ലെങ്കിൽ 2 ഷെയ്ഡ്സ് ആയിരിക്കും ഇനി തമിഴ്നാടിനെ നയിക്കാൻ പോകുന്നത് എന്ന് വേണം കാണാൻ. ഒരുപക്ഷെ അതിൻ്റെ സൂചനകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം ഇപ്പോൾ TVKയുടെ കാര്യം പറഞ്ഞാൽ അവർ ആദ്യമായിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അവരുടെ ഒരു സംഘടനാ ദൗർബല്യത്തെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട്. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സിൻ്റെ അഭാവം, സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമുള്ള ലീഡേഴ്സിൻ്റെ അഭാവം ആ പാർട്ടിക്കുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. പിന്നെ പല കാര്യങ്ങളിലുള്ള ആശയ വ്യക്തതയില്ലായ്മ, ഒരു ദ്രവിഡിയൻ രാഷ്ട്രീയം പൊതുവിൽ പറയുന്നുണ്ടെങ്കിൽ പോലും സൂക്ഷ്മാർത്ഥത്തിൽ പല കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലായ്മയുടെ കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തമിഴ് രാഷ്ട്രീയം സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആളുകൾ. അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ പെർഫോമൻസ് ഈ 17 മുതൽ അല്ലെങ്കിൽ 15 മുതൽ 22% വരെ വോട്ട് എന്നുള്ളതിൽ എവിടെ എത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. എങ്കിൽ പോലും ഇതൊരു ത്രഷോൾഡായി വിജയുടെ പാർട്ടിക്ക് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് മാറാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2026 ശേഷമുള്ള തമിഴ് രാഷ്ട്രീയം ഈ 2 യുവ നേതാക്കൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കാൻ, നേരത്തെ ബഷീർ സൂചിപ്പിച്ച പോലെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നു. അതോടൊപ്പം തന്നെ BJP മുൻകൈ എടുത്തുള്ള AIDMK-യുടെ മുന്നണി എന്നത് സമീപകാലത്തുള്ളതിനേക്കാൾ കുറച്ചുകൂടി കരുത്തുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് എന്നതുകൂടി പരിഗണിക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ നേതാവ് നായകൻ ആര് എന്ന് ചോദിച്ചാൽ സ്റ്റാലിൻ എന്ന് കൃത്യമായ ഉത്തരം പറയും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര എളുപ്പത്തിൽ DMK-ക്കും മുന്നണിക്കും അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റില്ല. വളരെ ടഫായിട്ടുള്ളൊരു മത്സരം അവരുടെ മുമ്പിലുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് കാണണം. പ്രത്യേകിച്ച് ഒരു ഭാഗത്ത് വിജയുടെ പാർട്ടി കൂടി രംഗപ്രവേശം ചെയ്യുമ്പോൾ കേരളത്തിലേത് എന്നതുപോലെ തന്നെ കേരളീയർ മലയാളികൾ വളരെ സവിശേഷമായ ശ്രദ്ധയോടുകൂടെ കാണുന്നതാണ് തമിഴ്നാട്ടിലെയും വെസ്റ്റ് ബംഗാളിലെയും ഒക്കെ രാഷ്ട്രീയ മത്സരങ്ങളെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് മത്സരങ്ങളെ ഒക്കെ. അതിലേറ്റവും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നുണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മത്സരത്തെ. ഈ മത്സരത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിലെ അനാലിസിസും വിലയിരുത്തലും മാത്രമേ നമുക്കിപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. പ്രധാനപ്പെട്ട മത്സരങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ ഈ മുന്നണികൾക്കിടയിൽ എങ്ങനെയാണ് സീറ്റ് വിഭജനം വളരെ ഇപ്പോൾ DMK-ക്ക് കഴിഞ്ഞ തവണയൊക്കെ നടന്നതുപോലെ വളരെ എളുപ്പത്തിൽ സീറ്റ് വിഭജനത്തിലേക്ക് പോകാൻ പറ്റുമോ? കമൽഹാസൻ്റെ പാർട്ടി വന്നിരിക്കുന്നു, DMDK വന്നിരിക്കുന്നു, അതുകൊണ്ട് സീറ്റ് വിഭജനം ബുദ്ധിമുട്ടേറിയതാവോ? കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ? ആ മുന്നണിക്കുള്ളിൽ എന്തെങ്കിലും കാലുഷ്യങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ടോ? AIDMK നേതൃത്വം നൽകുന്ന മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും? ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിശകലനം ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.